ഹലോ ഗായ്സ്, ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണേ. ഇന്ന് ഞാൻ ഇവിടുത്തെ ഡോളർ ട്രീയിലേക്ക് വന്നതാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ 2 ട്രക്ക് പാർക്ക് ചെയ്തിരിക്കുന്നു. ഇത് കണ്ടോ, ഇതാണ് അമേരിക്കൻ ട്രക്ക്. സംഭവം ഒരു സാധനം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ട്രക്ക് പോലെയൊന്നുമില്ല. നോക്ക്, ഇത് വോൾവോയുടെയാണ് ഈ ഫ്രണ്ട് കിടക്കുന്നത്. ഇത് ട്രക്ക് മാത്രമാണ്. എന്ത് വലുതാണെന്ന് നോക്കണേ. ഫ്രണ്ടിൽ തന്നെ എടുക്കാം. നമ്മുടെ നാട്ടിലെ ട്രക്ക് പോലെയൊന്നുമല്ല, ഭയങ്കര വലുതാണ് സാധനം. നോക്ക്, ലുക്ക് തന്നെ നോക്ക്. ഓണച്ചാന ബാഹുവല്ലേ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് വലിപ്പം കുറച്ച് മനസ്സിലാകത്തില്ല. സംഭവം അത്രയ്ക്കും വലുതാണ്. കണ്ടോ, ഇതിൻ്റെ ടയർ മാത്രമുണ്ട് എൻ്റെ ഏകദേശം അരയാൾ. ഇത് വോൾവോയുടെ ട്രക്ക്. ഇത് ട്രക്ക് മാത്രമാണ്. ഇതിലുള്ളതെന്ന് വെച്ചാൽ 2 പേർക്ക് ഇരിക്കാൻ, അതുപോലെ തന്നെ കണ്ടോ ബാക്കിൽ കണ്ടോ കിടക്കാനുള്ള സൗകര്യവും, അകത്ത് തന്നെ ഫ്രിഡ്ജും അവനും മറ്റുമെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇവർക്ക് ലോങ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഉള്ള രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ട്രക്ക് മാത്രം. ഇതിൻ്റെ ബാക്കിൽ ഘടിപ്പിക്കുന്ന ട്രെയിലറാണ് ഇതിനെക്കാട്ടും വലുത്. ഏകദേശം ട്രെയിലറോട് ഇത് അടുത്തൊരു ട്രക്ക് കണ്ടോ. നോക്കാം, ലെങ്ത് നോക്കാം, ട്രക്കും ട്രെയിലറും കൂടി ചേർന്ന്. ഇത് ഫ്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ. ഇവിടെ പീറ്റർ ബിൽഡർ ഫ്രൈറ്റ് ലൈനർ, അങ്ങനെ കുറച്ച് കമ്പനികളുടെ ട്രക്കുണ്ട്. കണ്ടോ, എനിക്ക് തോന്നുന്നു എൻ്റെ അകത്ത് ആളുണ്ട്. അവർ എൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നു. കട്ടൻ പോലെ ഇട്ടിട്ടുണ്ട് അകത്ത്. ഇത് മിക്കവാറും ഇവിടെ ഡോളർ ട്രീയിൽ സാധനങ്ങൾ കൊണ്ട് ഇറക്കാൻ വേണ്ടി വന്ന വണ്ടിയാകണം. അവർ നൈറ്റിലും മറ്റുമായിരിക്കും സാധനം ഇറക്കണം, ഡെലിവറി ചെയ്യാനേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്ത് കിടക്കുകയാണ്. ഇത് ഉണ്ടോ എൻ്റെ ബാക്ക് സൈഡ്. ഇത് ട്രക്കിൻ്റെ നേരെ ബാക്ക് സൈഡാണ്. ഇത്രയേ ഉള്ളൂ ട്രക്ക് എന്ന് പറയുന്ന സാധനം. ബാക്കി അതിൻ്റെ ട്രെയിലറാണ്. ഉണ്ടോ, ട്രെയിലർ ഘടിപ്പിക്കുക, അതും വെച്ചിട്ട് പോകും. ഫ്ലൈറ്റ് ലൈനർ ഉണ്ട്, കംപ്ലീറ്റ് കവേർഡാണ്. അവർക്ക് സുഖമായിട്ട് കിടന്നിറക്കും, ഒരു ശല്യമില്ല കിടന്നിറങ്ങാം. എൻ്റെ ബാക്കിൽ കടിച്ചിപ്പിക്കുന്ന ട്രെയിലർ കണ്ടോ, ഭയങ്കര വലുതാണ്. ഇത് ഏകദേശം ഒരു 55 അടിയോ 55 ഫീറ്റോ മറ്റോ ആണെന്ന് തോന്നുന്നത്. ട്രെയിലർ മാത്രം. എന്ത് വലുതാന്ന് നോക്ക്. ഇത്രയും വലിയ സാധനം വെച്ചാൽ വലിഞ്ഞ് പോകുന്നത്. ഇത് രസമെന്ന് വെച്ചാൽ ഇത്രയും വലിയ ട്രക്ക് ഹൈവേയിലൂടെ 70 mph ഈസി ആയിട്ട് പോകുന്നുള്ളതാണ്. 70 എന്ന് പറയുമ്പോൾ ഏകദേശം 100-110 സ്പീഡിൽ ഈസി ആയിട്ട് പോകുന്നുള്ളതാണ്. ബാക്കിൽ ഒരെണ്ണം കൂടെ കിടപ്പുണ്ട്. ഒന്നല്ല, 2 ഉണ്ട് ബാക്കിൽ. അടിപൊളിയല്ലേ. ഇത് ഓടിക്കുന്നവരെ സമ്മതിക്കണം, ഒന്നാമത്തെ കാര്യം. നിറച്ച് സാധനമാണ്. ഇതൊക്കെ ചെയ്യുന്ന വെച്ചാൽ ട്രക്ക് ട്രെയിലറിനെ കൊണ്ട് ഇവിടെ വെച്ചിട്ട് പോകും. അത് പിന്നെ ഡെലിവറി ചെയ്തിട്ട് അടുത്ത ട്രക്കിൽ ഘടിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം ട്രാൻസ്പോർട്ടേഷൻ വളരെ ഈസിയാണ്. ഇതാണ് എൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. നമ്മുടെ കണ്ടെയ്നറില്ല, ആ കണ്ടെയ്നറെക്കാട്ടിലും വലുതാണ്. വലിയ കണ്ടെയ്നർ ഷിപ്പിലേക്ക് വരുന്ന കണ്ടെയ്നറെക്കാട്ടിലും വലുതായത്. ഇദ്ദേഹത്ത് മിക്കവാറും 2 പേര് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അതിൽ കംപ്ലീറ്റ് കവേർഡാണ്. ഇതിപ്പോൾ അവർക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉള്ള ഫെസിലിറ്റിയാണ് ഇതിനകത്ത്. ഇത് റോഡിൽ കൂടെ പോകുമ്പോൾ നല്ലൊരു പ്രസൻസാണ് ഫീൽ ചെയ്യുന്നത് റോഡിൽ തന്നെ. നമുക്കിനെ പേടിയാവും ആക്ച്വലി റോഡിൽ കൂടെ പോകുമ്പോൾ ഇതിനെ കാണുമ്പോഴേ, ട്രക്കിനെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.